കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് പറയുമ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ വിഷ്ണു മനസ്സ് തുറന്ന് ശാലിനിയോട് കാർത്തികയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ കാർത്തിക് കിട്ട നല്ലൊരു ചോദ്യം നമ്മുടെ വിഷ്ണു ചോദിച്ചു കൊടുക്കുന്നതും ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയൊരു ഹൈലൈറ്റാണ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായി ചാനൽ ലൈക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് നിങ്ങൾ കമൻസും ഷെയർസ് ലൈസിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന കാര്യം രാത്രിയായി. അപ്പോൾ രാത്രി സമയത്ത് നമ്മുടെ വിഷ്ണു എന്താണ് ശാലിനിയെ കാണാൻ വേണ്ടി വന്നിരിക്കും. ആദ്യം തന്നെ രാവിലെ മെസ്സേജൊക്കെ അയച്ചല്ലോ, ഇന്ന് ഞാൻ രാത്രി വരും, നമുക്ക് തമ്മിൽ സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഷാലിനി നോക്കിയപ്പോൾ അച്ഛനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അച്ഛൻ്റെ മുന്നിൽ വെച്ച് വിഷ്ണുവായിട്ട് വന്ന് സംസാരിച്ചാൽ അത് വേറെ വല്ല പ്രശ്നത്തേക്ക് പോകുന്നു വന്നിട്ട് ഷാലിനി നേരെ അവർ ആ പഴയ ചായക്കട, അതായത് വിഷ്ണുവും ശാലിനിയും അവസാനം കണ്ടുപിരിഞ്ഞ് അതേ ചായക്കടയിലേക്ക് ശാലിനി വിഷ്ണുവിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ശാലിനി നോക്കുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ ജീപ്പൊക്കെ തന്നെ ആദ്യം വന്നിറങ്ങി. അങ്ങനെ വിഷ്ണു ഭയങ്കര സ്നേഹത്തിൻ്റെ ഭാവത്തിനകത്താണ് വിഷ്ണു കയറി വരുന്നത്. അപ്പം വിഷ്ണു സംസാരിച്ചോണ്ടുമ്പോൾ ശാലിനി ഒരു ഇച്ചിരി അല്പം വെയിറ്റൊക്കെ ഇട്ട് ഒരു മൂന്നാമതൊരാളോട് സംസാരിക്കുന്നില്ല, ഒരു മൂന്നാം മനുഷ്യനോട് സംസാരിക്കുന്ന പോലെ രീതിയിൽ താനൊരു ഫോർമാലിറ്റി എന്ന രീതിയിൽ സംസാരിക്കും. വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി മാഡത്തിന് ഇങ്ങനെ ഫോർമലായിട്ടുള്ള വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. എൻ്റെ പഴയ ശാലിനിയോട്, ഞാൻ സ്നേഹിച്ചെന്ന് എൻ്റെ ശാലിനിയോടാണ് സംസാരിക്കുന്നത്. അന്ന് പണ്ട് ഒരു പകലൊരു പൂമഴയെ പെയ്ത് നിന്നപ്പം ആദ്യമായി കണ്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കയറിയ ആ ശാലിനിയുണ്ടല്ലോ, ആ ശാലിനിയോടാണ് എനിക്ക് സംസാരിക്കണം പറയുമ്പോൾ ശാലിനി അവിടെ നിന്നങ്ങ് ഉരുകുവാണ്. കാരണം അവർക്ക് തമ്മിലുള്ള ആ ഒരു പ്രണയത്തിൻ്റെ വീണ്ടും ആ ഒരു പൂത്തൊലപ്പിൽ അവർ രണ്ടുപേരും സൂപ്പറായിട്ട് അങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നതും അവർ ആ പഴയ കാര്യങ്ങൾ ആദ്യമായിട്ട് ശാലിനിയെ കണ്ട ഒരു നിമിഷം ഉണ്ടല്ലോ, അതായത് പൂക്കൂടെ തട്ടി വീഴുന്നതും പൂക്കൾ വീഴുന്ന ആ സമയത്ത് ശാലിനി ആ ഒരു ഹെൽമെറ്റ് കൊണ്ട് കള്ളനെ അടിച്ച് വീഴ്ത്തിയ ഒരു എപ്പിസോഡ്. അപ്പം അത് പിന്നെ അങ്ങനെ ഒത്തിരി അവരുടെ നല്ല നിമിഷങ്ങൾ, അങ്ങനെ എല്ലാ കാര്യത്തിനും വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെ ഒരു ശാലിനി എനിക്കുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഭാര്യയായ ഒരു ശാലിനി ഉണ്ടായിരുന്നു. ഏത് കഷ്ടത്തിലും ഏത് അവസ്ഥ കേട്ട നിമിഷത്തിലാണ് എൻ്റെ കൂടെ എൻ്റെ കൈത്താങ്ങായി നിന്നൊരു ശാലിനി ഉണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് പ്രീതിയുടെ കൊച്ചിനൊക്കെ കൊണ്ടുപോയ ഒരു സമയത്തിനകത്ത് അവർ കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാടും അതിൽ ശാലിനി കൂടെ നിന്ന് ആ ഒരു രാത്രിയൊക്കെ ഉണ്ടല്ലോ, അതായത് ഒരു അന്നം പോലും ഇല്ലാതെ പോലും വിഷ്ണുവിൻ്റെ കൂടെ നിന്ന് ആളൊക്കെ ഉണ്ടല്ലോ, അതും ആ സമയത്തെ പ്രണയം, ഇതൊക്കെയാണ് രണ്ടുപേരുടെ മനസ്സിലും ഓടി വന്നത്. അപ്പോഴത്തേക്കും തന്നെ ശാലിനിക്ക് ശാലിനിയുടെ മനസ്സിൽ കിടന്ന ആ ഒരു ഫോർമാലിറ്റിയും ആ ഒരു മഞ്ഞൊക്കെ അങ്ങ് ഉരുകി തുടങ്ങി. ശാലിനി വിഷ്ണുവിലേക്ക് പഴയതുപോലെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പം വിഷ്ണുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അകത്തേക്ക് കയറിയിരിക്കാന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ അടുത്ത് ശാലിനി നല്ലപോലെ സംസാരിച്ച് അകത്തേക്ക് കയറി ഇരിക്കുമ്പം വിഷ്ണു പറയുന്നുണ്ട്, ചായ ഞാൻ ചോദിക്കുന്നില്ല, കാരണം അടുപ്പടച്ചല്ലോ, അതുകൊണ്ട് ഇനി ഞാൻ ചായ ചോദിക്കുന്നില്ല, പക്ഷേ തൻ്റെ കൈ കൊണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം തരാവോടോ. ചോദിക്കുന്ന ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ശാലിനി വെള്ളം എടുക്കുകയാണ്. അപ്പം വെള്ളത്തിൻ്റെ ഗ്ലാസ് എന്ന് പറയും വിഷ്ണുവിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പോൾ വിഷ്ണുവിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ശാലിനി കൈ അങ്ങോട്ടേക്ക് മുന്നോട്ടേക്കാകുമ്പം വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ചില്ല എന്ന രീതി അടുത്തടുത്ത് നിൽക്കുവാണ്. അങ്ങനെ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു ഗ്ലാസ് എടുത്ത് ശാലിനി വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ച് വിഷ്ണുവിൻ്റെ കൈ കൊടുക്കുമ്പം വിഷ്ണു ആദ്യം പിടിക്കുന്ന ആ വിഷ്ണു കർപ്പൂരം കത്തിച്ച കയ്യിലേക്കാണ്. അപ്പം വിഷ്ണുവിന് ഭയങ്കര നീറ്റുമാണ്. അപ്പം വിഷ്ണു മാറ്റി ഇപ്പോഴത്തെ കയ്യിലേക്ക് പിടിച്ചിട്ട് ആ കൈ ഇന്ന് ആക്കുമ്പോഴത്തേക്ക് ശാലിനി അത് കണ്ടിട്ട് ശാലിനിയുടെ കണ്ണങ്ങ് നിറയും. അപ്പോൾ ശാലിനിയുടെ മുഖത്ത് വിഷ്ണു എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു ഭാവവ്യത്യാസങ്ങളും ഇല്ല. അപ്പം ശാലിനിയുടെ വിഷ്ണു വയ്ക്കുമോ, തൻ്റെ മുഖത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു വ്യത്യാസങ്ങളില്ലല്ലോ, താൻ ആ ഒരേ സെയിം ഭാവത്തിൽ നിൽക്കുന്നതല്ലാതെ ഒരു അക്ഷരം പോലും താൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞല്ലോ പറയുമ്പോഴത്തേക്കും ശാലിനി ചോദിക്കുന്ന ഒറ്റൊരു കാര്യം, കരഞ്ഞുകൊണ്ട് ശാലിനി ആ കൈ പിടിച്ച് വെച്ചിട്ട് പറയുവാണ്, ഇതായിരുന്നല്ലേ സ്വയം കത്തിയെരിഞ്ഞെൻ്റെ ത്യാഗത്തിൻ്റെ മുറിപ്പാട്, പൊന്നി എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു, സ്വയം കർപ്പൂരം ഏറ്റി ദീപാരാധന അവിടെ നടത്തിയ കാര്യമൊക്കെ, സ്വന്തം പച്ചമാംസം ഇങ്ങനെ കത്തിച്ചതിൻ്റെയൊക്കെ കാര്യം ഞാനല്ലേ വിഷ്ണുട്ടാ, എന്നെ കാരണമല്ലേ. ഇന്ന് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് കുറേ കാര്യം രാവിലെ പറഞ്ഞു തന്നു. അമ്മ പറഞ്ഞപ്പം തന്നെ എനിക്ക് ചിലപ്പം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ പിടിപ്പ് കേട് കണ്ടോ, ഞാൻ ചെയ്ത എന്തെങ്കിലും തെറ്റ് കൊണ്ടോ, എൻ്റെ ദുർവാശി, ഞാൻ ശരിയെന്ന് വിചാരിച്ച കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തകിടം മറിച്ച് കളഞ്ഞ വിഷ്ണുട്ടാ. സത്യാമ്മ എന്നോട് എന്ത് പറഞ്ഞിടത്ത് എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം സത്യാമ്മയും ശാരദാമ്മയൊക്കെ എനിക്ക് ഒരുപോലെ എൻ്റെ അമ്മമാർ തന്നെയാണ്. രണ്ടുപേരും ഞാൻ രണ്ട് കണ്ണി കണ്ടിട്ടില്ല. പക്ഷേ വിഷ്ണുവേട്ടൻ്റെ കൈ ഈ പച്ച മാംസം കത്തിച്ച് ഇങ്ങനെ കളഞ്ഞതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ തന്നെയല്ലേ, അതിനൊക്കെ കുറ്റക്കാരി ഞാനല്ലേ. വിഷ്ണുവേട്ട, എനിക്ക് വിഷ്ണുവേട്ടൻ്റെ എല്ലാ കാര്യവും ഇന്ന് തുറന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു എല്ലാ കാര്യം വിഷ്ണുവേട്ടൻ തുറന്ന് പറഞ്ഞ് ഇന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ട് തീർക്കണം. ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാകത്തില്ല വിഷ്ണുട്ടാ, ഞാൻ ചെയ്തതിനൊക്കെ എന്നോട് മാപ്പ് തന്നിട്ട് ആ കൈ വിരലെടുത്ത് ആ കൈ അങ്ങനെ കൈപ്പത്തിയോടെടുത്ത് ശാലിനിയുടെ കവളോട് ചേർത്ത് ശാലിനി അങ്ങ് വെക്കുവാണ്. അപ്പം വിഷ്ണുവിൻ്റെ കണ്ണങ്ങ് ശരിക്കും അങ്ങ് നിറഞ്ഞങ്ങ് ഒഴുകുവാണ്. എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട്, ഒരു കാര്യം പറയട്ടെ, ഈ മുറിവ് ഇനി ഒരിക്കലും ഉണങ്ങരുതേന്നാണ് ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത്. കാരണം അങ്ങനെ ഉണങ്ങാതിരുന്നെങ്കിൽ തൻ്റെ കവളത്ത് എൻ്റെ കൈ താൻ ചേർത്ത് പിടിച്ചിങ്ങനെ വെച്ചിരിക്കുന്നില്ലേ, ആ ഒരു നിമിഷം എനിക്ക് കിട്ടിയേനല്ലോ എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശാലിനിയുടെ കണ്ണീര് കൊണ്ട് വിഷ്ണുവിൻ്റെ കൈ നനയുവാണ്. അപ്പം രണ്ടുപേരെ കണ്ണുകൾ പരസ്പരം അത്രയ്ക്ക് നനഞ്ഞങ്ങ് ഒഴുകുവാണ്. കാരണം സങ്കടം അടക്കാൻ പറ്റാതിരിക്കുക രണ്ടുപേരും കരയുന്നതും വിഷ്ണുവിൻ്റെ ആ ഒരു പ്രണയം. അപ്പം വിഷ്ണു പറയുന്നുണ്ട്, എടോ താൻ ഇങ്ങനെ കാര്യങ്ങൾ പറയേണ്ടടോ, താൻ മാത്രമല്ല കുറ്റക്കാരി,
എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. താൻ അറിയാത്ത രീതിയിൽ ഞാൻ ചെയ്ത് കൂട്ടിയ ചില കാര്യങ്ങൾ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വേറൊരു ഭാഗത്ത് എൻ്റെ കയ്യിലും തെറ്റുകളുണ്ടോ അതും എനിക്ക് തന്നോട് ഏറ്റു പറയണം. ഇന്ന് രാത്രി അതെല്ലാം തന്നോട് എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഞാനൊരു കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ്. രണ്ടാമതൊരു കല്യാണം വിഷ്ണു കഴിച്ചായിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം. അപ്പോഴത്തേക്കും ശാലിനി കേട്ടോ, രണ്ടാമതൊരു കല്യാണം കഴിച്ചു എന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന കാര്യമോ? അപ്പോൾ യഥാർത്ഥ വിഷ്ണുവിൻ്റെ കല്യാണം കഴിച്ചില്ല എന്നതിൻ്റെ ഒരു സൂചന വാക്ക് തന്നെയാണ് ആ വിഷ്ണു പറഞ്ഞ ആ വാക്കിൽ ഒളിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ ഈ കാര്യം സംസാരിക്കാനായിട്ട് വരുമ്പോഴത്തേക്കാണ് ഗോപാലകൃഷ്ണൻ എന്താണ് അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുമ്പോഴത്തേക്കും ഈ ശാരദ ഈ ലൈറ്റ് പോലും ഇന്ന് കടയിൽ അടച്ചില്ല. ഇവൾ ഈ ചായക്കട അടയ്ക്കാതെ വന്നു. ലൈറ്റൊക്കെ അവിടെ തന്നെ കത്തി കിടക്കുവാന്നല്ലോ. ഇവൾ എന്തോ ഈ കാണിച്ചു എല്ലാം തുറന്ന് മലത്തിട്ട് വന്നിരിക്കുമോ എന്ന് അങ്ങോട്ടേക്ക് പോയി അണയ്ക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും ആ കറക്റ്റ് സമയത്താണ് വിഷ്ണുവിൻ്റെ ജീപ്പ് അവിടെ കിടക്കുന്നതാണോ. വിഷ്ണുവോ, ഇവൻ ഈ സമയത്ത് എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്? എന്നിട്ട് എന്നെ അറിയിപ്പിച്ചല്ലോ. അപ്പോഴത്തേക്ക് നേരെ ചായക്കടയിലേക്ക് അങ്ങോട്ട് കെട്ടി എഴുന്നാളി പോകണം ഗോപാലകൃഷ്ണൻ. ഈ സമയത്ത് വിഷ്ണു എന്താണ് ശാലിനിയുടെ കാര്യങ്ങൾ സത്യങ്ങൾ തുറന്നു പറയാം. എടോ, എനിക്ക് കാർത്തിയെക്കുറിച്ചുള്ള സർവ്വ സത്യങ്ങളും തന്നോട് പറയണം വിഷ്ണുണ്ട. എനിക്കറിയണം അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള കാര്യം എനിക്ക് അറിയണമെന്ന് ശാലിനി പറയുമ്പോഴത്തേക്കും ആ കാർത്തിക് എന്ന് പറഞ്ഞവളുണ്ടല്ലോ അവളെ ഞാൻ എന്ന് വിഷ്ണു പറഞ്ഞു തീർത്തില്ല. ആ സമയത്ത് ഗോപാലകൃഷ്ണൻ വന്നിട്ട് ഇതാര്, സത്യഭാമയുടെ മോനോ വിഷ്ണുവോ? ഈ സമയത്തോ? ഇവിടെ എന്താ ഈ സമയത്ത് ഒളിച്ചും പാത്തുമൊക്കെ? ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ചായക്കാലം നല്ല ചായ ശാരദയായിരുന്നു. ഞാൻ ശാരദയെ വിളിക്കാം, ശാരദ നല്ല ചായ ഉണ്ടാക്കി തരും, കൈപ്പുണ്യം അവൾക്ക് തന്നെ കൊള്ളാം. ശാരദയെ എന്ന് വിളിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനി പറഞ്ഞു, അച്ഛാ വേണ്ട അച്ഛാ, അതൊന്നും അല്ല വിഷ്ണുട്ട എന്നോടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടി. എടി മിണ്ടി പോലും നിന്നോടൊരു കാര്യം സംസാരിക്കാൻ ആരുമില്ലാത്ത രാത്രിയുടെ മറവ് തേടി വേണോ ഇവിടെ വരാനായിട്ട്? വാമയുടെ മോൻ പകൽ വെളിച്ചത്ത് ആരോടും സംസാരിക്കത്തില്ലെന്ന് വല്ല ഉണ്ടോ? അപ്പോഴത്തേക്കും നമ്മുടെ ശാലിനി പറഞ്ഞു, അച്ഛാ ഒന്ന് മതിയാക്ക് വിഷ്ണുട്ട, അതിനല്ല വന്ന വിഷ്ണുട്ട എന്നോടൊരു കാര്യം സംസാരിക്കുന്നത്. എടി ശാലിനി, നിനക്ക് ഇനി അറിയാത്തൊരു കാര്യമുണ്ട്. അവൻ്റെ അമ്മയുടെ ഉപദേശം കേട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കും. സത്യഭാമയുടെ പുതിയ നമ്പർ ഉപദേശമായിരിക്കും നമ്മളെ തോപ്പിക്കാൻ വേണ്ടി. കാരണം രാത്രി സമയത്ത് അസമയത്ത് നേരത്തെ ആരും കാണുന്ന സമയത്ത് നിനക്കൊരു ജാരൻ ഉള്ളതുപോലെ രീതിക്കത്ത് ഇവൻ വന്ന് സംസാരിച്ചാൽ നിന്റെ പേരിന് കളങ്ക വരുത്തിയ പിന്നെ അത് മതിയല്ലോ ഡിവോഴ്സിനൊരു കാരണം എന്ന് പറഞ്ഞിട്ട് അവർ നിന്നെ ഡിവോഴ്സ് ചെയ്ത് കളയാൻ വേണ്ടി അമ്മ ഉപദേശം എന്ന പുതിയ ഐഡിയ ആയിരിക്കുമല്ലേ, അതും കൊണ്ടാക്കി മോൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങി. എടി ഇവൻ ആരാന്നറിയോ? പണ്ട് സത്യഭാമ ഈ വട്ടിപ്പലിശ കൊടുത്തപ്പോൾ അതിൻ്റെ പൈസകൾ പിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി കൊല്ലാനും കൊലവിളിക്കാനും എല്ലാത്തിനും ഇറങ്ങിയിട്ടുള്ളവനാണ് ഇവൻ്റെ കയ്യിൽ നീ എന്ത് മാറി പ്രതീക്ഷിക്കുന്നത്? അപ്പോഴത്തേക്ക് വിഷ്ണുട്ട് അതല്ല അച്ഛാ എന്നോടൊരു കാര്യം സംസാരിക്കാൻ. വിഷ്ണു ഇതാ കേട്ടെന്താണെന്നറിയാം അങ്ങ് പൊള്ളി നിൽക്കുവാണ്. കാരണം വിഷ്ണുവിനെ കുറിച്ച് അമ്മായച്ചനാണ്, പക്ഷേ എന്നാലും അദ്ദേഹം പറയുന്ന ഓരോ വാക്ക്. അപ്പോഴത്തേക്കും ശാലിനി പറയും, വിഷ്ണുട്ട് എന്നോട് കാര്യം പറയാൻ വന്ന അച്ഛൻ ഒന്ന് ക്ഷമിക്കച്ചാ ഒന്ന് കേൾക്കെന്ന് പറയുമ്പം വീണ്ടും ശാലിനിയുടെ അച്ഛൻ നിർത്തില്ല. എടി നിന്നോട് വല്ലതും പറയണമെങ്കിൽ അവൻ ഇപ്പോഴാണോ കണ്ടത്? അവൻ്റെ അമ്മ അവിടെ കിടന്ന് നിന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പം അവൻ്റെ വായിക്കത്ത് എന്താണ് നാക്കില്ലായിരുന്നു? അന്നേരം അവൻ്റെ വായ എന്തോ റബ്ബർ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. അന്നേരം ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന അവൻ എന്തോടി ഇവിടെ വന്നിട്ട് നിൻ്റെ അടുത്ത് പാതിരാത്രി ആരും കാണാതെ ഒളിഞ്ഞു മറിഞ്ഞ് നിന്നോട് വന്ന് എന്ത് സംസാരിക്കാനാണ് ഉള്ളത്? നിന്നെക്കുറിച്ച് ഇല്ലാ വചനമൊക്കെ അവൻ്റെ അമ്മ അവിടെ വിളിച്ച് പോയപ്പോൾ അവൻ്റെ നാക്കില്ല എന്നല്ലോ. എൻ്റെ ശാലിനെക്കുറിച്ച് ഒരു വാക്ക് പറയാമെന്ന് പറഞ്ഞിട്ട് അവൻ അന്നേരം നാവൊന്നും പൊങ്ങിയില്ലല്ലോ. അന്ന് ഇല്ലാത്ത എന്ത് കാര്യം കാണിക്കാനാണ് അവൻ ഈ സമയത്ത് ആരും കാണാതെ ഇവിടെ വന്നിരിക്കുന്നത്? അമ്മ നിൻ്റെ കഴുത്തിന് പിടിച്ച് നിന്നെ എല്ലാവരെയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ആക്ഷേപിച്ച് നിന്നെക്കുറിച്ച് എല്ലാ വചനം പറഞ്ഞ് നിന്നെ കഴുത്തിന് പിടിച്ച് അവിടെ തള്ളി ഇറക്കിയപ്പം ഇവൻ്റെ വായിൽ എന്താണ് നാക്കില്ലായിരുന്നു? അതെന്താ ഈ വിഷ്ണുവിന് 4 ആൾ കൂടുമ്പം അന്നേരം വാ തുറന്ന് സംസാരിക്കാൻ അറിയത്തില്ലേ? ആ സമയത്ത് മാത്രം ഇവൻ്റെ വായിക്കത്തുന്ന റബ്ബർ ഇട്ട് വെച്ചിരിക്കുമെന്നോടി. ആ സമയത്ത് ഇല്ലാത്ത എന്ത് നാവ് പറയാനാണ് ഇവൻ ഇവിടെ വന്നത്? നിന്നെ ചതിക്കാനുള്ള വരവാ ശാലിനി മോളെ. നീ ഇത് കണ്ടെങ്ങാണം വീണ് പോയാൽ നീ ചതിക്കപ്പെടും. ഇവൻ നിന്നെ ചതിക്കാൻ വന്നതെന്നൊക്കെ പറയും. വിഷ്ണുവിൻ്റെ കണ്ണീന്ന് എന്താണെന്നറിയോ? അങ്ങനെ സങ്കടം വരും. കാരണം തൻ്റെ അമ്മയുടെ മുന്നിൽ അങ്ങനെ നിൽക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് സംബന്ധിച്ച് അതിന് മുന്നേ തന്നെ വിഷ്ണു പറയുന്നുണ്ട്, ചില ആണുങ്ങളുടെ ഒരു വിധിയാണ് ഇങ്ങനെ അമ്മയ്ക്കും ഭാര്യയ്ക്കും നടുവിൽ നിന്ന് ഇങ്ങനെ ഉരുകാനുള്ള അവസ്ഥ. ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ വിടത്തില്ല എന്ന് ശാലിനി പറഞ്ഞൊക്കെ അവിടെ തീർന്ന സമയത്താണ് ഈ ഗോപാലകൃഷ്ണൻ്റെ ഈ വായിന്ന് ഇത്രയും കാര്യം വിഷ്ണു കേൾക്കേണ്ടി വരുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് വിഷ്ണുവിന് ഭയങ്കര സങ്കടം പറഞ്ഞാൽ ഭയങ്കര സങ്കടം. അങ്ങനെ വിഷ്ണു അങ്ങനെ ഇറങ്ങി പോവുകയാണ് അവിടെ നിന്ന്. ഇറങ്ങി പോകുന്ന കഴിയുമ്പോൾ ശാലിനി കൈ പിടിക്കുക, വിഷ്ണുവേട്ടാ പോലെ, വിഷ്ണുവേട്ടാ പ്ലീസ് പോലെ, വിഷ്ണുവേട്ടാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കൈ കയറിയാണ്. ശാലിനിയുടെ മുന്നിൽ വിഷ്ണു നിൽക്കാൻ പറ്റുന്നില്ല. കാരണം ശാലിനിയുടെ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കും സത്യസന്ധമായി പറയുകയാണെങ്കിൽ അച്ഛൻ പറഞ്ഞതിൽ ഒരു തെറ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗോപാലകൃഷ്ണൻ ഇനി എത്രപ്പെട്ട ആളായെന്ന് പറഞ്ഞാലും ഒരു അച്ഛൻ്റെ സ്ഥാനത്തിരുന്ന് പറയാനുള്ള കാര്യങ്ങളാണ്. കാരണം തൻ്റെ മകളെ അന്ന് ആക്ഷേപിച്ചപ്പോൾ തൻ്റെ മകൾക്ക് വേണ്ടി വാ തുറക്കാത്ത ഭർത്താവ് ഇന്ന് ഭർത്താവ് ചമഞ്ഞ് രാത്രിയുടെ മറവിൽ വന്ന് എന്ത് സംസാരിക്കാനെന്നുള്ള കാര്യം ഏത് അച്ഛനും ചോദിക്കുന്ന ഒരു കാര്യം അദ്ദേഹം ചോദിച്ചെന്നേ ഉള്ളൂ. ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞത്, എടാ വിഷ്ണു, ഞാൻ നിന്നോട് ഒരു കാര്യം പറഞ്ഞേ, നിന്റെ അമ്മ സത്യഭാമ പറയുന്ന വാക്കും കേട്ട് എൻ്റെ മോളുടെ കഴുത്തിലെ താലി എടുത്ത് മാറ്റാനാണ് നീ വന്നിരിക്കുന്നെങ്കിൽ നിന്റെ കൈയിനായി എടുത്തെങ്കിൽ മാറ്റിയ വിഷ്ണു. ഞാൻ നിനക്ക് പറഞ്ഞില്ല എന്നുള്ള കാര്യം വേണ്ട, ഞാൻ നിന്നാണ് സത്യം വിഷ്ണു, നിന്റെ കൈ എടുത്ത് ഞാൻ മാറ്റിക്കളയും. അതുകൊണ്ട് നീ വന്ന കാര്യത്തിന് എൻ്റെ മോളെ ശ്രദ്ധിക്കാനെങ്കിൽ അതിന് നിനക്ക് കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഗോപാലകൃഷ്ണൻ കുറേ പറയുമ്പോൾ ശാലിനി അതിൻ്റെ 2 പേരെ നടുക്ക് കിടന്ന് ഒരു കോണം, ഒരു അച്ഛൻ്റെ നടുക്കും ഒരു ഭർത്താവിൻ്റെ നടുക്ക് കിടന്ന് 6 ഭാഗം സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. ശാലിനി അവിടെ കിടന്ന് പെടയുമ്പം വിഷ്ണുവിന് ഗോപാലകൃഷ്ണനോട് അത്രയ്ക്ക്
ദേഷ്യം വരുന്നുണ്ട്. പക്ഷെ തനിക്ക് തന്നോട് തന്നെ വരുന്ന ദേഷ്യമാണ് അത്രയ്ക്കുള്ള. കാരണം തന്നെ അമ്മയെ കാരണം താൻ ഇത്രമാത്രം നാണം കെട്ട് തരം താഴേണ്ട വന്നല്ലോ എന്നൊരു ഒരു ഗതികേടും സങ്കടവും ഷാനിയെ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത നിമിഷം എല്ലാമായിട്ട് വിഷ്ണു ദേഷ്യം സങ്കടമൊക്കെ ഒരുമിച്ച് അടക്കി നിൽക്കുമ്പം നമ്മുടെ ഷാനി കയറി വിഷ്ണുവിനെ കൈ പിടിച്ച് പോലെ വിഷ്ണുവിടെ പറയുമ്പോൾ വിഷ്ണു എന്താണ് അവിടെ നിൽക്കുന്നില്ല. വിഷ്ണു ഒരു നിമിഷം പോലും, കാരണം അഭിമാനത്തിന് അത്രയ്ക്ക് ശതം ഏറ്റെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ശതം ഏറ്റു. പക്ഷേ ഇനി പറയാനൊന്നുമില്ല. വിഷ്ണു അവിടെ നിന്ന് തിരിച്ച് ജീപ്പ് എടുത്തിട്ട് ഇറങ്ങി പോകുമ്പോൾ വിഷ്ണു ജീപ്പിരുന്ന് ഈ ഷാനിയുടെ അച്ഛൻ പറഞ്ഞ ഓരോ വാക്കും ഇങ്ങനെ ആലോചിക്കുകയാണ്. കാരണം അന്നേരമൊക്കെ നിൻ്റെ വായി റബ്ബർ ഇട്ട് വെച്ചിരിക്കുമായിരുന്നു. ഇതൊക്കെ കാലത്ത് വിഷ്ണുവിനെ അങ്ങ് പൊള്ളിക്കൊണ്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ് ഷാനിയും വിഷ്ണു രണ്ടുപേരും പരസ്പരം കരയുന്ന മോഹം രണ്ടുപേരും നിൽക്കുന്ന കാണിച്ചാണ് ആ ഒരു ഭാഗം കാണിക്കുന്നത്. പെരുന്തുറ കടപ്പുറത്തെ നന്ദി പ്രകടനമാണ് കേട്ടോ നമ്മുടെ വിക്ടറൻ ടീമിൻ്റെ ഒരു പൂന്ത് വിളയാട്ടം തന്നെ പറയാം. അപ്പം വിക്ടറൻ ടീം എന്താണ് ഇങ്ങനെ വരുന്ന സമയത്ത് ജയശങ്കർ അതിലെ കൂടെ കടൽക്കരയൊക്കെ ആസ്വദിച്ച് മധുശ്രീയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാശൊക്കെ കൊണ്ട് ഇങ്ങനെ കടലിലെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരാൾ വന്ന് തട്ടിയിട്ട് പറയുന്നത് മനപ്പൂർവ്വം ആയതുകൊണ്ട് സോറി ഇല്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവൻ അങ്ങ് ഞെട്ടി നിൽക്കുക. എന്താ സംഭവം എന്നറിയില്ല. കാരണം സ്കെച്ച് ഇട്ട പോലെയാണ് ഓരോ വ്യക്തിയായിട്ട് അങ്ങനെ അടുത്തൊരാൾ വന്നടിച്ച്. എന്നിട്ടും എന്താണ് മനപ്പൂർവ്വം കേട്ടോ, അതുകൊണ്ട് ക്ഷമിക്കണമെന്നില്ല കേട്ടോ. എങ്ങനെ പറഞ്ഞാൽ വീണ്ടും ഒരാളും കൂടെ വരും. അങ്ങനെ എല്ലാം കൂടെ ലാസ്റ്റ് എന്താണ് വട്ടം കൂടുമ്പോഴത്തേക്കും കറക്റ്റ് വിക്ടറിൻ്റെ എൻട്രിയാണ്. എന്തുകൂടെ ഇവിടെ കാര്യം? എന്തുകൂടെ നിൻ്റെ വീട് വകയാണെന്നോ? ഇവിടെ സാറിനൊന്ന് സ്വസ്ഥമായിട്ട് കാറ്റ് കൊള്ളാൻ പറ്റില്ല, നിങ്ങൾ എന്തോ ഈ കാണിക്കുന്നത്? വിക്ടർ ആദ്യം ഇവൻ്റെ അനുകൂലം നിൽക്കുന്ന പോലെ പറഞ്ഞ് ലാസ്റ്റ് ഇവനങ്ങ് ട്രാപ്പ് ചെയ്ത് എല്ലാവരും കൂടെ വട്ടം ചുറ്റിയിട്ട് ഇവനെ പൊതിരെ തല്ലുമോ? ഞാൻ പൊതിരെ തല്ലുവാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഇവന് കാര്യമൊന്നും മനസ്സിലാവില്ലേ. നിങ്ങളിതെന്തോ കാണിക്കുന്നത്? ഇതെന്തോ നിങ്ങൾ ഈ കാണിക്കുന്നത്? എടാ നീ ചോദിച്ചില്ലേ കടപ്പുറം ഞങ്ങളുടെ വീട് വകയാന്നുള്ള കാര്യം? ആണല്ല, ഞങ്ങൾ ഈ മണ്ണിൽ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ നിന്നെ എന്തിനാ അടിക്കുന്നുള്ള കാര്യം അത് നിൻ്റെ കയ്യിലെ കയ്യിലിരിപ്പിനാടാ. നീ എന്തിനാടാ ഷാലി മാഡത്തിൻ്റെ കണ്ണീര് മനഃപൂർവ്വം വീഴ്ത്തിയത്? നീ ഇന്നെ അവരോട് എന്ത് തെറ്റാണോ നീ ചെയ്തത് എന്ന് പറയുമ്പോൾ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്തതല്ല. എടാ നീ എന്തിനാടാ കാർത്തിക കൊച്ചിനെ നിനക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ അവളെ കെട്ടാൻ വേണ്ടി നടന്നവനല്ലേ നീ? എന്നിട്ട് അവളെ അന്വേഷിച്ച് നടന്നിട്ട് അവളെ കറക്റ്റ് മുന്നിൽ കൊണ്ടുവന്നപ്പോൾ നീ എന്താ അവളെ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ ആര് പറഞ്ഞിട്ടാടാ നീ ഇത് പറഞ്ഞത്? ഇത് പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ ഇറച്ചിക്കകത്ത് മണ്ണ് പറ്റുവേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് കറക്റ്റായിട്ട് വിക്ടറൻ ടീം കറക്റ്റ് ഫുൾ സ്കെച്ച് ജയശങ്കർ നിന്ന് തിരിയാനായിട്ട് ഒരു മാർഗ്ഗമല്ല. ലാസ്റ്റ് ജയശങ്കർ സത്യം തുറന്ന് പറയുവാണ്. അടിച്ച് പൂസായി കടലിൽ കൊണ്ട് കളയുമെന്നൊക്കെ ആയപ്പോഴത്തേക്കും ജയശങ്കറിൻ്റെ പേടി കൊണ്ട് മുട്ട് വരച്ച് പറയുവാണ് മധുശ്രീ എനിക്ക് കാശ് തരാമെന്ന് പറഞ്ഞാൽ. അപ്പം കാർത്തിക അന്വേഷണം എനിക്ക് കുറേ കയ്യിൽ കാശൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവളെനിക്ക് പൈസ തരാം, അല്ലെങ്കിൽ എൻ്റെ പത്രത്തിനകത്ത് അവിടെ നിന്നുള്ള ആൾക്കാർ വലിയ കേസും കാര്യങ്ങളൊക്കെ ആവുമെന്ന് പറഞ്ഞപ്പം ഞാൻ പേടിച്ച് ആ കാശും മേടിച്ചിട്ട് എന്താണ് കാർത്തിക അറിയത്തില്ല എന്ന് പറഞ്ഞാണ് മധുശ്രീയാണ് ഇതിൻ്റെ പിറകിലുള്ള കാര്യം എന്നൊക്കെ വ്യക്തമായി വെടിപ്പായിട്ട് തന്നെ വിക്ടറിൻ്റെ മുന്നിൽ ഇവൻ കുറ്റസമ്മതം നടത്തുക. എന്നിട്ട് അടുത്ത കാര്യം വിക്ടറും കൂട്ടരും ചുമ്മാവുന്നില്ല, അടുത്ത വിടുന്നില്ല. എടാ ഈ കാർത്തിക്ക് അച്ഛനും അമ്മയും ആരും ഇല്ലേ? അവരൊന്നും ഇവിടെ അന്വേഷിച്ചിറങ്ങാൻ നീ എന്തിനാണ് അന്വേഷിച്ചിറങ്ങിയത് എന്നുണ്ട്. അവരുടെ വീട്ടുകാരൊക്കെ വെറും പാവങ്ങളാണ്, അവർക്ക് പക്ഷേ ഇവൾ എവിടാന്നുള്ള കാര്യമൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ അന്വേഷിച്ചിറങ്ങിയത്. എടാ ഒരു കാര്യം ചേട്ടാ, സാറിൻ്റെ കയ്യിൽ നിന്നേ ആ കാർത്തിക കൊച്ചിൻ്റെ വീട്ടിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും അവളുടെ തള്ളയുടെ ഒക്കെ എല്ലാവിധ കാര്യങ്ങളും ഡീറ്റെയിൽസും മേടിച്ചെടുത്തിട്ട് ഇവനങ്ങ് കടലിൽ കൊണ്ടങ്ങ് തട്ടിയക്കടാ എന്ന് പറഞ്ഞിട്ട് ഇവനെ അവിടെ ടോട്ടൽ സ്കെച്ച് നിർത്തിയിരിക്കുന്നതാണ്. അവിടെ ഒരു കാര്യം കളയുക. അപ്പോൾ ഇവൻ്റെ കയ്യിൽ നിന്ന് കാർത്തികയുടെ സർവത്ര ഇൻഫർമേഷനും ഇവൻ കൂടെ ഇവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും നേടിയെടുത്തിരിക്കുന്നതാണ് അവിടെ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന കാര്യം വിഷ്ണുവിൻ്റെ വീട്. അപ്പം വിഷ്ണുവിൻ്റെ വീട്ടിൽ കാർത്തിക ഇങ്ങനെ അവിടെ മേലത്തെ ആ ഒരു നിലയിൽ നിന്ന് ഈ കയ്യിലൊക്കെ നെയിൽ പോളിഷൊക്കെ നന്നായിട്ട് അടിച്ചുകൊണ്ട് അവിടെ മൂളിപ്പാട്ടൊക്കെ പാടി അവിടെ ഇരിക്കും. ആ സമയത്താണ് വിഷ്ണുവിൻ്റെ ഒരു വരക്കം. വിഷ്ണു ഇവളെ നോക്കുവാണ്. ഇവളെ എന്തൊരു ഹാപ്പി ആയിട്ടായിരിക്കുന്നത്. എൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരു സന്തോഷം കണ്ടില്ലേ. വിഷ്ണു ഇങ്ങനെ നോക്കി നിൽക്കുന്ന പെട്ടെന്ന് കാർത്തിക പേടിക്കുക. നിർത്തണം മൂളിപ്പാട്ടൊക്കെ പാടി കാർത്തിക ഭയങ്കര സന്തോഷത്തിനാത്താണല്ലോ, ഭയങ്കര ഹാപ്പി. ഞാൻ ഭയങ്കര സന്തോഷതാണ്. എന്തേ ഹർഷൻ വിളിച്ചോ? തൻ്റെ ഹർഷനെക്കുറിച്ചൊരു വിവരം കണ്ടില്ലോ. ഹർഷൻ ഇപ്പം വരും, തന്നെ ഇപ്പം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പം നാളെ കുറേയായി ഹർഷനെക്കുറിച്ച് ഒരു വിവരം ഇവിടെ കിട്ടുന്നില്ല. തന്നെ വിളിക്കാറുണ്ടവൻ? ഞങ്ങളെ വിളിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട് വിഷ്ണു ഏട്ടാ. ഹർഷൻ എന്താണ് 2 ദിവസം കൊണ്ട് പക്ഷേ ഫോൺ കിട്ടിയില്ല, അതിന് ടെൻഷനാണ് എനിക്ക് എന്ന് പറഞ്ഞിട്ടാണ് പാട്ടും പാടിക്കൊണ്ട് അവിടെ നിന്ന് എന്താണ് ഈ നെയിൽ പോളിഷ് അടിച്ച് അവിടെ സൂചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ താൻ ഒരു കാര്യം ചെയ്യും, എൻ്റെ മുന്നിൽ വെച്ചൊന്ന് ഹർഷനൊന്ന് വിളിക്ക്. കാർത്തിക് അങ്ങ് പേടിച്ച് വരയ്ക്കും. അത് പിന്നെ ഹർഷൻ്റെ ഫോൺ നമ്പറിൽ കിട്ടുന്ന സ്വിച്ച് ഓഫ് എന്ന് ഞാൻ വിളിച്ചപ്പോഴേ താൻ ഇപ്പോഴൊന്ന് വിളിച്ച് നോക്കി, ഇപ്പം സ്വിച്ച് ഓഫ് ആവണമെന്നില്ലോ. അപ്പോൾ ഇപ്പം വിളിച്ചപ്പോഴും അത് തന്നെ. അപ്പം കാർത്തിക് ഇങ്ങനെ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കും വിഷ്ണു ചോദിക്കുന്നുണ്ട്, അത് തൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ലേ? എൻ്റെ ഫോണിൽ ആവശ്യത്തിന് ബാലൻസ് ഉണ്ട്, എൻ്റെ ഫോൺ വേണമെങ്കിൽ എന്നെ തരാം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും കാർത്തിക് തന്നെ വീണ്ടും ഒന്നും കൂടെ അങ്ങ് ഹർഷൻ ഡയൽ ചെയ്യുമ്പം ഹർഷൻ്റെ ഫോൺ കിട്ടുന്നില്ല. എന്നാൽ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, തൽക്കാലം ഇപ്പോൾ എടുത്തില്ല എന്നല്ലേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വിളിക്കാം. അങ്ങനെ നമുക്ക് ഹർഷനെ വിളിച്ച് തൻ്റെ കാർത്തി ഒരു തീരുമാനം ആക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും കാർത്തിക് ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പം
വിഷ്ണു പറയുന്നുണ്ട്, താനിത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, താൻ വീണ്ടും മൂളിപ്പാട്ടൊക്കെ പാടി വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയൊക്കെ മൂളിക്കോ 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 ഇരുന്ന് മൂളിക്കോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു എന്താണ് ഇവളങ്ങ് കളിയാക്കി അവിടെ എന്താണ് ചമ്മി നാറ്റിയിട്ടാണ് വിഷ്ണു അവിടെ നിന്ന് പോകുന്നത്. കാർത്തിക് മനസ്സിലായി, കാർത്തികയുടെ അടവുകളും തിരുവാതിരയൊന്നും ഇനി കുറേ നാളത്തേക്കൊന്നും വിഷ്ണുവിൻ്റെ മുന്നിൽ ഇനി അങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പാടാണ്. സത്യഭാമ എന്നൊരു കാര്യം കയ്യിലല്ലെങ്കിൽ കാർത്തിക് ഠിം എന്നുള്ള കാര്യം കാർത്തിക് ഇതോടെ വിഷ്ണു ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന കാണിച്ചാണ് ഇനി അടുത്ത കാണാൻ പോകുന്ന കുടുംബശ്രീ അതാണ് നെക്സ്റ്റ് എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കാണുക, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് നിങ്ങളുടെ കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. ബൈ.